മനസ്സ് എന്നത് നിറയ്ക്കാനുള്ളൊരു പാത്രമല്ല, മറിച്ച് ജ്വലിപ്പിക്കാനുള്ളൊരു തീയാണ്. ഒരധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്ന അവസരത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിരിക്കുന്ന 3 ആളുകളോട്, കുട്ടികളോട്, രക്ഷകർത്താക്കളോട്, അധ്യാപകരോട് ഈ കാര്യം ഏറ്റവും ചുരുക്കി പറയാൻ മാത്രമാണ് ഈ വീഡിയോ. അധ്യയന വർഷാരംഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചാനലിൽ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിക്കുന്നില്ല. ആദ്യമായി മക്കളെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങളോടാണ്. നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിലേക്കൊന്ന് നോക്കി. അവിടെ ഏറ്റവും ഭംഗിയായി ജീവിതത്തിലൊരു ഹാപ്പിനെസ്സോടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വൈബ് സെറ്റായി ജീവിക്കുന്ന, മറ്റു മനുഷ്യരാൽ ബഹുമാനിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ഒന്ന് ഓർത്തു നോക്കി. മദ്യത്തിനോ മറ്റോ അടിമയായി ജീവിക്കുന്ന ഒരാളാണോ? ജോലിയും വരുമാനവും ഇല്ലാത്ത ഒരാളാണോ? ബന്ധങ്ങളെ വകവയ്ക്കാത്ത ഒരാളാണോ? അല്ല. ജീവിതത്തെ ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്ന ആളുകളാണ്, അല്ലേ? ജീവിതം എന്നത് 6 കാര്യങ്ങളുടെ ബാലൻസാണ്. 1 ആരോഗ്യം, 2 ബന്ധങ്ങൾ, സാമ്പത്തികം, ആത്മീയം, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. ഇതിൽ ഈ കോൺട്രിബ്യൂഷൻസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നൽകുന്ന സംഭാവനകളെയാണ്. മക്കളെ, ഈ ബാലൻസ് തെറ്റിക്കുന്ന ഒന്നിനും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഒരു സ്കൂൾ പ്രണയം, അത് നിൻ്റെ മറ്റ് ബന്ധങ്ങളെ നശിപ്പിക്കും. പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയാകുമ്പോൾ, നാളെ നല്ലൊരു ജോലി നേടാനാവാതെ വരുമ്പോൾ അത് സാമ്പത്തികത്തിൻ്റെ താളം തെറ്റിക്കും. അത് ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളെയും ബാധിക്കുകയും ചെയ്യും. മറ്റൊരു ഉദാഹരണം പറയട്ടെ. ഏതെങ്കിലും കൂട്ടുകാർ ഏതെങ്കിലും ഒരു ലഹരി ട്രൈ ചെയ്ത് നോക്കാൻ നിന്നെ പ്രേരിപ്പിക്കാം. ഒരു തവണ ട്രൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ആണുങ്ങളായാലും ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇതൊക്കെയല്ലേ ലൈഫിൻ്റെ സ്പിരിറ്റ്, ലൈഫിൻ്റെ എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയാം. നീ യേസ് പറഞ്ഞാൽ ആരോഗ്യം, ബന്ധങ്ങൾ, സാമ്പത്തികം, സ്പിരിച്വൽ ലൈഫ്, പേഴ്സണൽ ഗ്രോത്ത്, നമുക്ക് നൽകാനുള്ള എന്തെങ്കിലും സംഭാവനകൾ, അങ്ങനെ അത് സകല മേഖലകളെയും അത് ബാധിക്കും. ഈ കഴിഞ്ഞ 2 വർഷം ചേട്ടനും നിങ്ങളെപ്പോലെ ഒരു കോളേജിൽ പോയി ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോൺവൊക്കേഷനൊക്കെ ആയിരുന്നു. ചേട്ടൻ നോട്ട് ചെയ്തൊരു കാര്യം പറയട്ടെ. 2 തരം കൂട്ടുകാരെ അവിടെ ചേട്ടൻ കണ്ടു. പഠനം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജോലിയിൽ പ്രവേശിച്ച് ഏതാണ്ട് സെറ്റിലാകാനുള്ള ആദ്യ പടി വെച്ച ആളുകൾ. രണ്ടാമത്തേത്, അയക്കുന്ന ബയോഡേറ്റയ്ക്കൊന്നും റിപ്ലൈ കിട്ടാതെ, അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂകളൊന്നും പാസ്സാവാൻ സാധിക്കാതെ ഈ ഫീൽഡ് വിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഒരേ ക്ലാസ്സിൽ ഒരേ അവസരങ്ങൾ ലഭിച്ച് ഒരേ സിലബസ് പഠിച്ച 2 ആളുകൾ. മക്കളെ, സമയം വേഗത്തിൽ ഓടും. വി വിൽ ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി ഓഫ് ദ ലൈഫ് റിയലി വെരി സൂൺ. പ്രിയ പേരൻസ്, ജൂൺ മാസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ 2 മാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. സ്കൂൾ ഫീസ് മുതൽ സ്കൂൾ ഐറ്റംസ് വാങ്ങിക്കാനുള്ള പണം വരെ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് നേരത്തെ നമ്മൾ ചിന്തിച്ച് അതിനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ മക്കളോടൊപ്പം ഇരിക്കാൻ, അവർക്ക് വേണ്ടി സമയം കൊടുക്കാനുള്ള പ്ലാൻ നമ്മൾ തയ്യാറാക്കിയോ? ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ, അത് ലക്ഷ്യം വയ്ക്കുന്ന 5 ജീവിത നൈപുണ്യങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അല്ലേ? ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. ഇതൊക്കെ നേടാൻ നമ്മുടെ സിലബസുകൾ ആഹ്വാനം ചെയ്യുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെയോ പാഠ്യപ്രവർത്തനങ്ങളിലൂടെയോ ഇവയൊക്കെ നേടിയെടുക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹായം കൂടി ആവശ്യമുണ്ട്. വെള്ളരിയുടെ മലർമൊട്ടുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടത്തിൽ നീലക്കറുകൾ അണിമുക്കുത്തികൾ ചേല വിരിച്ച വരമ്പിന്മേൽ. ഇത് കാണാതെ പഠിക്കുന്ന കുട്ടിയും ഈ പാടവും വരമ്പും മുക്കുറ്റിയും ഒക്കെ കണ്ടു പഠിക്കുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഈ ഫുൾ A+ അല്ല എന്ന് പറയേണ്ടതില്ല, അല്ലേ? സമയം കൊടുക്കാൻ നമ്മുടെ ജീവിതക്രമങ്ങളിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നമ്മൾ പദ്ധതിയിട്ടിരിക്കുന്നത്? പ്രിയ അധ്യാപകരെ, സഹപാഠിയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കുട്ടികളുടെ SSLC ഫലത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമില്ലേ? ജീവിതത്തിലെ A+മായി ഈ A+ന് വലിയ ബന്ധങ്ങളൊന്നുമില്ലെന്ന്. ലോകമഹായുദ്ധങ്ങളെപ്പറ്റി ക്ലാസ് മുറികളിലിരുന്ന് പഠിച്ചിട്ടും തങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന പേരിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരാളെ വെറുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ബയോളജി പഠിച്ചിട്ടും സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ലഹരിയുടെ അടിമത്തത്തിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ, തൻ്റെ കൂട്ടുകാരനെ അവൻ്റെ നിറത്തിൻ്റെ പേരിലോ ഉയരത്തിൻ്റെ പേരിലോ അവർ കളിയാക്കുന്നുണ്ടെങ്കിൽ, പദ്യങ്ങളുടെ ആശയങ്ങൾ എഴുതി മാർക്ക് മേടിച്ചിട്ടും റീലുകൾ കണ്ട് അവർ ബൈക്ക് സ്കിഡ് ചെയ്യുന്നെങ്കിൽ, അവർ കാണുന്ന സിനിമകളിൽ നിന്ന് സർഗാത്മകമല്ലാത്തതിനെ വേർതിരിക്കാനും തള്ളിക്കളയാനും അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതിൽ എന്തോ കുഴപ്പമില്ലേ? ജീവിതത്തിൽ A+ നേടാൻ സഹായിക്കുന്ന വിധത്തിൽ ലെസൺ പ്ലാനുകളെ ഒന്ന് തയ്യാറാക്കാമോ? ഫ്ലെക്സ് വയ്ക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ജീവിതം കൊണ്ട് ഞങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സാക്ഷ്യം നൽകും. നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട്, ദിസ് ഈസ് ഫാമിലി മാറ്റേഴ്സ് 360 സൈനിങ് ഔട്ട്. താങ്ക് യു, ബൈ ആൻഡ് സീ.